ഹായ് ഗൈസ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നത് റെസ്റ്റ്ഫുൾ റൗട്ടിങ്ങിനെ കുറിച്ചായിരുന്നു. അത് തന്നെ ഈ പ്രാവശ്യം നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം റെസ്റ്റ്ഫുൾ റൗട്ടിങ്ങിനെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു റെസ്റ്റ്ഫുൾ റൗട്ടിങ്ങിന് ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട് ആക്ച്വലി. കാരണം നെസ്റ്റഡ് URLs വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമ്മളിപ്പോൾ മുമ്പ് കവർ ചെയ്ത റെസ്റ്റ്ഫുൾ റൗട്ടിങ്ങിന് 3 ഇഷ്യൂസാണ് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഒന്നാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നെസ്റ്റഡ് റിലേഷൻഷിപ്സിലാവുമ്പോൾ നമ്മുടെ URL ഡിസൈഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇതുപോലെ ഫ്രണ്ട്സ്, കമ്പനി എന്നൊക്കെ പറഞ്ഞ് വരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയും ഇതിൻ്റെ അപ്പുറത്ത് ലെവൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ URLs ഡിസൈഡ് ചെയ്യാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ നെസ്റ്റഡ് ഡാറ്റ ഭയങ്കരമായിട്ട് ഹെവി യൂസേജ് ഓഫ് നെസ്റ്റഡ് ഡാറ്റ വരുന്ന സമയത്ത് നമുക്ക് എന്താ പ്രശ്നം പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് HTTP കോൾസ് കോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഡാറ്റ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 2 many HTTP കോൾസ് വി നീഡ് ടു കോൾ. സോ നമ്മുടെ ആപ്ലിക്കേഷൻ ഭയങ്കര സ്ലോ ആവും. അത് ഒട്ടും ഒട്ടും നല്ല അപ്രോച്ച് അല്ല അത് ഫോളോ ചെയ്യുന്നത്. മൂന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ വൾണറബിലിറ്റിയാണ്, സെക്യൂരിറ്റി ഇഷ്യൂസ് എന്നൊക്കെ പറയും നമ്മൾ. കാരണം നമ്മളിപ്പോൾ കമ്പനിയുടെ നെയിം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ മുമ്പത്തെ എക്സാമ്പിൾ. പക്ഷെ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് എല്ലാം വരണ്ടായിരുന്നു. കമ്പനിയുടെ എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത്, പിന്നെ എത്ര എംപ്ലോയീസ് ഉണ്ട്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടാകും, മുഴുവൻ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അത് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചുമ്മാ ഡാറ്റ എക്സ്പോസ് ചെയ്യുകയാണ്. അപ്പോൾ വൾണറബിലിറ്റി ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. ഈ 3 പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് GraphQL കോണ്ടന്റ് ആവശ്യമുള്ളത്. ഓക്കെ, ഈ പ്രാവശ്യം ഈ സെക്ഷനിൽ നമ്മളെന്താ വെച്ചാൽ GraphQL എങ്ങനെ വർക്ക് ചെയ്യിക്കാം എന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല ഈ സെഷനിൽ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഡയഗ്രാം ഉണ്ടല്ലോ, ഈ ഡയഗ്രാമിനെ ഒന്ന് റീസ്ട്രക്ചറാക്കി ഒന്ന് ആലോചിക്കുക. ഈ ഡയഗ്രാം എങ്ങനെ ട്രീ സ്ട്രക്ചർ ആക്കുക എന്നുള്ളത്. ഓക്കെ, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇത്തിരി കൺഫ്യൂസിങ് ആയിരിക്കും. പക്ഷേ എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെയാണ് ട്രീ സ്ട്രക്ചറിന്. ഇങ്ങനെ യൂസേഴ്സ് ഉണ്ട്. ഓക്കെ, യൂസേഴ്സിൽ ഇവിടെ ആക്സസ് ചെയ്യാൻ വേണ്ടി കമ്പനി പൊസിഷൻസൊക്കെ ഉണ്ട് ആക്സസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഇത് ഒരു ഗ്രാഫാണ്. ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്രാഫ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അത് എന്താ പറയുക, അതിൻ്റെ റിലേഷൻസൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഞാൻ ഗ്രാഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റേ ചാർട്ടും ബാർ ചാർട്ടും അങ്ങനെ അതൊന്നും ആലോചിക്കരുത്. എന്നെ സംബന്ധിച്ചിട്ട് ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. അതിൽ നോട്ട്സും റിലേഷൻസും ഉണ്ടാവും. റിലേഷൻസ് ബിറ്റ്വീൻ ദി നോട്ട്സിനാണ് നമ്മൾ ഈ ആരോസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഈ നോട്ട്സ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലറാണ്. സോ ബേസിക്കലി നോട്ട്സ് എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ നമ്മുടെ ഷേപ്പിൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ റിലേഷൻസ്, ഈ ആരോ എന്ന് പറഞ്ഞാൽ റിലേഷൻസ് ബിറ്റ്വീൻ ദി നോട്ട്സിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആരോസൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ നമുക്കിനി എന്താ വെച്ചാൽ നമുക്ക് ഡാറ്റ കുറച്ച് ഓർഗനൈസ് ചെയ്യണം. നമുക്കൊരു ഗ്രാഫിലേക്ക് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഓർഗനൈസ് ചെയ്യാൻ ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ യൂസേഴ്സ്. ഇപ്പോൾ ഞാൻ എൻ്റെ യൂസർ 23 എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്, ഈ 51109886. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഞാനൊരു ID കൊടുത്തു. ഓക്കെ, അത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമുക്കിനി നോക്കാം നമ്മളിത് എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളത്. ഈ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മളൊരു ക്വറിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഇതിന്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ എക്സാമ്പിളിൽ ഞാൻ ക്വറിയായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഞാൻ എൻ്റെ യൂസർ ID 23 ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇനി നോക്കാം നമുക്ക് ഈ 23യുടെ ഫ്രണ്ട്സിനെയും കമ്പനീസിനെയൊക്കെ എങ്ങനെ കിട്ടും എന്നുള്ളത്, എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 23 ആണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. ഇതെങ്ങനെ ഫൈൻഡ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ 23 വെച്ചിട്ട് ഞാൻ ഈ 3 യൂസേഴ്സിനെ നമുക്ക് എടുക്കണം. 3 അല്ല, ഇപ്പോൾ എൻ്റെ കയ്യിൽ 10 യൂസേഴ്സ്, 10 ഫ്രണ്ട്സാണ്. യൂസർ അല്ല, ഫ്രണ്ടാണ് ഉദ്ദേശിച്ചത്. സോ 10 ഫ്രണ്ട്സ് എനിക്കുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ അതൊരു അറിയും. അതിന് ശേഷം ഞാൻ പറയും എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടിക്കഴിഞ്ഞു, അതിനുശേഷം എനിക്ക് അവരുടെ കമ്പനീസും കിട്ടേണ്ടതായിട്ട് ആവശ്യമുണ്ടെന്ന്. സോ ഞാൻ പറഞ്ഞു ഇവിടെ 23 ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. എൻ്റെ യൂസർ ഈ 23 വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണുന്നു. എൻ്റെ ഫ്രണ്ട്സിനെ കണ്ട ശേഷം ഇതൊരു കമ്പനീസിനെ ഞാൻ ആക്സസ് ചെയ്യുന്നു. സോ ഇതൊരു ട്രീ സ്ട്രക്ചർ പോലെ, ഇതെൻ്റെ പാരൻറ്റിനോട്, പിന്നെ ചൈൽഡിനോട്, പിന്നെ അതിൻ്റെ ചൈൽഡിനോട്. അപ്പോൾ ട്രീ പോലെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇനി നോക്കാം നമ്മുടെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് എങ്ങനെ കൊറിയായിട്ട് എഴുതാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം.
ബേസിക്കലി അത് കൊറി എന്ന് പറയുമ്പോൾ സിൻടാക്സ് ഒന്നും ഇല്ല. ഞാൻ അതൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ആവശ്യമുള്ളൂ, സിൻടാക്സ് എന്ന് ഓർത്ത് പറയുന്നത്. പക്ഷേ ഞാൻ ചുമ്മാ ഒരു റാൻഡമായിട്ടൊരു കൊറി എഴുതാൻ പോവാണ്. ഓക്കെ, ഈ 23 നമുക്ക് ലൈക്ക് എനിക്ക് യൂസറിന് കിട്ടുന്നത്. അപ്പം ഞാനിവിടെ ഒരു കൊറി യൂസർ ID ഓഫ് 23 എന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് സിൻടാക്സ് എന്ന് ഓർത്ത് പ്രശ്നമില്ല. നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പഠിക്കും സിൻടാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഐഡിയ തരുന്നു GraphQL ബേസിക്കലി. ഓക്കെ, അപ്പോൾ ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ 23 കൊറി ഓഫ് 23 കഴിയുമ്പോൾ എനിക്ക് ആക്ച്വലി കിട്ടും, അവരുടെ ഫ്രണ്ട്സ് കിട്ടും. സോ ഇവരുടെ ഫ്രണ്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനെന്ത് പറഞ്ഞു 23 ഓഫ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രണ്ട്സ് കിട്ടി. എന്നിട്ട് അപ്പോൾ യൂസർ ID 23 കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഓഫ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഏതൊക്കെ ഫ്രണ്ട്സ് ആണോ അതൊക്കെ കിട്ടും ആക്ച്വലി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഫസ്റ്റ് കൊറി ഞാൻ 23 വെച്ച് എഴുതി, അപ്പോൾ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ചാൽ ഏതൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ ലാസ്റ്റ് അവരുടെ കമ്പനി നെയിം പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അതിൻ്റെ. ഓക്കെ, ഇത് കൊറിയും ഇത് ഡീറ്റെയിൽസ് ഓർത്ത് വിഷമിക്കേണ്ട, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇൻഡെപ്തായിട്ട് പഠിക്കും. ഇതൊരു ട്രീ സ്ട്രക്ചർ ആണെന്നുള്ള രീതിയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി ചെയ്തു എന്ന് മാത്രം. സോ ഫ്രം യൂസർ ID 23 നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടി, ഫ്രണ്ട്സിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കറസ്പോണ്ടിങ് കമ്പനീസും ഡീറ്റെയിൽസൊക്കെ നമ്മൾ എടുക്കുന്നു എന്നുള്ളത്. സോ ഇതാണ് ഒരു ഫസ്റ്റ് കൊറി. പക്ഷെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ലേറ്ററാണ്, നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സിൻടാക്സിനോട് പേടിക്കേണ്ട. ഞാനിവിടെ ഒരു ബ്രേക്ക് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ചധികം ലൈക്ക് കൺഫ്യൂസിങ് ആക്കും ഞങ്ങളുടെ എടുത്തു കഴിയുമ്പോൾ. സോ ഇവിടെ വെച്ച് ഞാൻ ബ്രേക്ക് ചെയ്യാണ്. നമുക്ക് അടുത്ത സെഷനിൽ പ്രാക്ടിക്കൽ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സോ ഇവിടെ ഞാനത് വൈൻഡപ്പ് ചെയ്യാണ്.